ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റിൻ്റെ വ്യത്യസ്തമായ 10 വെറൈറ്റീസിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണും, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാൽസം പ്ലാന്റിൻ്റെ കെയറിങ്ങും പോട്ടിംഗ്സും എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു 10 വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 280 രൂപയാണ്. അപ്പം നമ്മുടെ ബാൽസം പ്ലാന്റിന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ്. ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ ലീഫിന് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ തണ്ടുഭാഗം ചീഞ്ഞു പോക്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം നമ്മളെ ബാൽസം പ്ലാന്റിന് തണ്ടുഭാഗം ഏറ്റവും കൂടുതൽ ചീഞ്ഞു പോകുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെടുക്കുന്ന മണ്ണിൽ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ജലാംശം ഈർപ്പം തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ബാൽസം പ്ലാന്റിൻ്റെ തണ്ട് ചീയുന്നതിന് കാരണമാകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി മണ്ണിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള മണ്ണ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ബാൽസം പ്ലാന്റ് നട്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാൽസം പ്ലാന്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഉപയോഗിക്കാവുന്നതാണ്. തണ്ട് ചീയൽ, അല്ലെങ്കിൽ ഇല കരിയൽ, ഇല വാടൽ, അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം നമുക്ക് സാഫ് ഉപയോഗിച്ച് കലക്കിയതിന് ശേഷം ഇലകൾക്കും തണ്ടുകൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കതൊരു ഒരു മാസം കൂടുമ്പോൾ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. നല്ലപോലെ കാണുകയാണെങ്കിൽ നമുക്കിതൊന്ന് ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു സാഫ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തലേന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഈ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ നല്ലൊരു വളവും കൂടിയാണ് ഈ നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഈ ഒരു കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിക്കുക എന്ന് പറയുന്നത്. തലേന്ന് ദിവസം വെച്ച കഞ്ഞിവെള്ളം നമുക്ക് ഈ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ സാഫും നമുക്ക് ഇച്ചിരി ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. മണ്ണിൻ്റെ കൂടെ തന്നെ കലക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചെടി ഇറക്കി വെച്ച് നടാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇതിൻ്റെ തണ്ട് മുറിച്ച് വെക്കാവുന്നതാണ്. അത് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ വേര് വന്ന് തുടങ്ങിക്കോളും. നമുക്കത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാൽസം ചെടി എന്ന് പറയുന്നത് സീസണൽ ഫ്ലവർ അല്ല, ഡെയിലി നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൽസം എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ്, നമുക്ക് കുറേ കാലത്തേക്ക് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ബാൽസം എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലവർ ഒരുപാട് കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ബാൽസം ചെടി എന്ന് പറയുന്നത്. ഇതൊരുപാട് ലെങ്ത്തിൽ പോകുന്ന ചെടികളും ഈ കൂട്ടത്തിലുണ്ടാവും, അതല്ലെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ചെടികളും ഉണ്ടാവും. അപ്പോൾ ലെങ്ത്ത് വേണ്ടാന്നുള്ളവരുണ്ടെങ്കിൽ ചെടിയിൽ ഫ്ലവർ ഏകദേശം 2-3 മാത്രം ബാക്കിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അധികം ലെങ്ത്ത് ഇല്ലാതെ പിന്നെ വളർന്നോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അതേപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാൽസം ചെടി പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലിൽ ഈ ഒരു തണ്ട് ഭാഗം ഒന്ന് ചേർത്ത് നന്നായി ഉരച്ചിട്ട് അതിൻ്റെ ജെല്ല് തണ്ട് ഭാഗത്ത്, അതായത് നമ്മൾ നട്ട് വെക്കുന്ന ഭാഗത്ത് ആ ജെല്ലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. നല്ലൊരു അടിപൊളി ടിപ്പാണ് ഈ ഒരു കറ്റാർവാഴ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുക. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വളർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി കോംബോൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.